വെൽക്കം ടു സുനൂസ് കിച്ചൻ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 3 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കായം, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 10 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ബൗൾ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 ബൗൾ കറിവേപ്പില. സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എണ്ണ ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി പിഴിഞ്ഞു വെച്ച തേങ്ങ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പകുതി തേങ്ങയുടെ പാല് പിഴിഞ്ഞു വെക്കുന്നത്. ഇനി ബാക്കി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേരുവകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് ചമ്മന്തിപ്പൊടി മൂക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഇളക്കണം. ഇപ്പോൾ തേങ്ങ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിരിക്കുന്നത് കണ്ടോ. ഇനി ഒരു കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ചമ്മന്തിപ്പൊടി റെഡി ആവാറായി. ഇപ്പം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. തേങ്ങ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി അത് ചൂടാറാൻ വയ്ക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായി അരച്ചു കഴിഞ്ഞാൽ അത് കട്ടയായി പോകും. ചമ്മന്തിപ്പൊടി ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. ഇപ്പോൾ അത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിപ്പൊടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് സ്വല്പം മുളക് പൊടി ചേർക്കാം. ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു സൈഡ് ഡിഷാണ്.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്